ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 9-ാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച, മർക്കൂസിന്റെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഈശുനാഥൻ ഈ ദാവീദിന്റെ പുത്രൻ എന്ന് പറയപ്പെടുന്ന ടൈറ്റിലിനെ കുറച്ചുകൂടി അവർക്കൊന്ന് വ്യക്തമാക്കി കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ദാവീദിന്റെ പുത്രനായ യേശുവെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൈറ്റിലാണ്. ഈശോയുടെ കിങ്ഷിപ്പ്, രാജ്യത്വം വ്യക്തമാക്കുന്ന ടൈറ്റിലാണ് ദാവീദിന്റെ പുത്രൻ എന്ന് പറയപ്പെടുന്നത്. പക്ഷേ വരാനിരിക്കുന്ന മിശിഹ, ക്രിസ്തു, മിശിഹ അഥവാ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, രക്ഷകനായി കടന്നു വരുന്ന, ദൈവം നിയോഗിച്ചയക്കുന്ന അഭിഷേകം ചെയ്യപ്പെട്ടവനെ വെറും ദാവീദിന്റെ പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കിക്കളയരുത് എന്നൊരു ഓർമ്മപ്പെടുത്തലൂടെ ഈശോ നൽകിയ. ദാവീദിന്റെ പുത്രനാണ്, രാജാവാണ്, നിന്റെ മേൽ അധികാരമുണ്ട്, ശരിയാണ്. പക്ഷേ ഇവിടെ ഈശോ ഇങ്ങനെ 110-ാം സങ്കീർത്തനം, ദാവീദ് തന്നെ കുറിച്ച് 110-ാം സങ്കീർത്തനത്തിൽ നിന്നും ഒരു വരി ഉദ്ധരിച്ചുകൊണ്ട് അവരോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടനാകുക. ഇതിങ്ങനെ ദാവീദ് എഴുതിയ വരി പറയുകയാണ്. എന്നിട്ട് യേശു പറയുന്നത് ഇങ്ങനെയാണ്, ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. അപ്പം കർത്താവിന്റെ കർത്താവിനോട് പറഞ്ഞ് വലതുഭാഗത്ത് ഉപവിഷ്ടനാകുക. വലതുഭാഗത്ത് ഉപവിഷ്ടനാകുന്നത് മിശിഹായാണ്, പിതാവായ ദൈവമാണ് പറയുന്നത്. ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ദാവീദ് തന്നെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവന്റെ പുത്രനാകുന്നത്? ഈ ദാവീദിന്റെ പുത്രൻ എന്ന ടൈറ്റിലിനെ നിങ്ങളിങ്ങനെ വാച്യാർത്ഥത്തിൽ എടുക്കാൻ പാടില്ല എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. സത്യത്തില് ദൈവനിവേശിതമായ തിരുവചനത്തെ കൃത്യമായി വ്യാഖ്യാനിക്കുന്ന ഈശോയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. പഴയ നിയമത്തിൽ നിന്ന് ഒരു വചനഭാഗം എടുത്തിട്ട് അതിൻ്റെ കൃത്യം അർത്ഥത്തിലേക്ക് ഈ കേൾവിക്കാരനെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ഈശോയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അപ്പം ദാവീദിന്റെ പുത്രൻ, അപ്പൊ ഇത് നമ്മൾ എന്താണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാവീദിന്റെ പുത്രൻ എന്ന് പറയപ്പെടുന്ന ടൈറ്റിൽ ഒരു സൂചനയാണ്. ഈശോയെ ഭൗതിക കാര്യങ്ങളുടെ മാത്രം അധിപനായി കാണാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ഒരു ടെൻഡൻസി മനുഷ്യന്റെ ഒരു ത്വര. മനുഷ്യൻ തൻ്റെ ഭൗതികമായ കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാനും പരിഹാരം കാണാനും വേണ്ടിയുള്ള ഒരാളായി മാത്രം ഈശോയെ കാണുന്നു എന്ന രീതിയിലേക്ക് പോകരുത് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ ഈ സുവിശേഷം വായിച്ചിരിക്കേണ്ടത്. ഈശോ പറയുകയാണ്, ദാവീദിന്റെ പുത്രൻ എന്ന് പറയപ്പെടുന്ന ടൈറ്റിൽ ഈസ് ഓക്കെ, അത് സൺ ഓഫ് ഡേവിഡ് എന്ന് പറയപ്പെടുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് രാജാവ്, അത് രാജകീയ അധികാരം സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ അതല്ല, ആ പറയുന്ന ദാവീദിനും മേലെയാണ്. ദാവീദ് കർത്താവെ എന്ന് വിളിക്കുകയാണ്. ദാവീദിന്റെ പുത്രൻ എന്ന ടൈറ്റിൽ ഉള്ളപ്പോൾ പോലും ദാവീദ് ഈശോയെ കർത്താവെ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഈ ദാവീദിന് മുൻപേ, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ സകല ശക്തരായ വ്യക്തിത്വങ്ങൾക്ക് മുൻപേ അവർക്ക് അധിപനായി ഈശോ ഉണ്ട്. ഈശോ സ്ഥാപിക്കുക. ഈശോ മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിലേക്ക് വരുന്ന ആ ചരിത്രപരമായ കാലഘട്ടത്തിനും അതീതനായി ഉണ്ട് എന്ന് ഉറപ്പുവരികയാണ്. അതായത് ഈ ജീസസ് സൺ ഓഫ് ഡേവിഡ് എന്ന് പറയപ്പെടുന്ന ടൈറ്റിൽ ഹിസ്റ്റോറിക്കൽ ജീസസിനെ സംബന്ധിക്കുക. നമുക്ക് ക്രിസ്റ്റോളജി പഠിപ്പിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, ഹിസ്റ്റോറിക്കൽ ജീസസ്, ചരിത്രത്തിലെ യേശു എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിയെ, മനുഷ്യനെ മാത്രം സൂചിപ്പിക്കുന്നതായി ഒതുക്കിക്കളയാതെ അത് ഡിവൈൻ ക്രൈസ്റ്റിനെ സൂചിപ്പിക്കുന്ന കൂടിയാവണം. അത് ദൈവികമായ ഇടപെടൽ നടത്തുന്ന ദൈവമായ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന കൂടിയാകണം. യേശു ക്രിസ്തു എന്ന് പറയപ്പെടുന്ന ഒറ്റ വ്യക്തിക്കുള്ളിൽ ഈ രണ്ട് കാര്യങ്ങളുമുണ്ട്. ഒരേ സമയം യേശുനാഥൻ മനുഷ്യനുമാണ്, ദൈവവുമാണ്. ഇപ്പോൾ മനുഷ്യനായി മാത്രം കാണുന്ന രീതിയിലേക്കായി പോകും നമ്മൾ നമ്മുടെ മാനുഷികമായ കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി മാത്രം ഈശോയെ കണ്ടുകൊണ്ടിരുന്നാൽ, ഈശോയെ വിളിച്ചുകൊണ്ടിരുന്നാൽ. പക്ഷേ നമ്മൾ ദൈവമായ ഈശോയെ കാണുന്നത് നമ്മൾ ദൈവീകമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈശോയെ വിളിക്കുമ്പോഴാണ്, ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി പരിഹാരം കാണാൻ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോഴാണ്. നമ്മൾ ഓർക്കുക, ഇന്ന് ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ ഒന്ന് ഓർത്തു നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരിക്കുന്നത് മൊത്തം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പം നമ്മൾ കിങ് ആയിട്ട് നമ്മൾ ഈശോയെ അംഗീകരിക്കുന്നുണ്ട്, രാജാവായി അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യരായി മാത്രം ചുരുക്കി കളയുന്ന രീതിയിലേക്ക് പോവുകയാണ്. മറിച്ച് എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ ആത്മീയമായ പുരോഗതിക്ക് വേണ്ടി, എൻ്റെ കൃപകളിലെ വർധനവിന് വേണ്ടി, എൻ്റെ പുണ്യങ്ങളിലെ വളർച്ചയ്ക്ക് വേണ്ടി, എന്നിലെ നന്മകൾ
കൂടുതൽ ജ്വലിക്കുന്നതിന് വേണ്ടിയൊക്കെ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായും ഈശോയെ ഞാൻ ദൈവമായി കണ്ടു എന്നതിന് കുറെ കൂടി തെളിവ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഈശോയെ മനുഷ്യനായി കാണുന്നു, ഇപ്പം രാജാവായി കാണുന്നു, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി ഈശോയെ ദൈവമായി കാണുന്ന രീതിയിൽ ദൈവികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, ദൈവികമായ കാര്യങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ആ ദൈവിക വരങ്ങൾ ഉജ്ജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ ഈശോയെ നമ്മൾ പ്രാർത്ഥിച്ച് ഈശോയെ ദൈവത്തിന്റെ ഇടപെടൽ കൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധ്യമാക്കേണ്ടിയിരിക്കുന്നത് എന്നാണ് കൃത്യമായിട്ടും ഈ വാക്യം നമ്മൾ ഈ വചനഭാഗം നമ്മൾ ഓർപ്പിക്കുന്നത്. ഈശോ ഈ വചനം, പഴയ നിയമത്തിലെ ഒരു വചനഭാഗം എടുത്തിട്ട് കൃത്യമായി വ്യാഖ്യാനിച്ചിട്ട് തൻ്റെ ആ ടൈറ്റിലുകൾ വഴി ഈശോ സൂചിപ്പിക്കുന്നൊരു ശക്തമായ പാഠം ഇതാണ്: നീ എന്നെ നിന്റെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വിളിക്കുന്നത് നിർത്തുക, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി കൂടി വിളിക്കുക. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ടതല്ല, വിളിച്ചോ, പക്ഷെ അതിനേക്കാൾ ഉപരി ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി കൂടി നീ എന്നെ വിളിക്കണം എന്ന് ഓർപ്പിക്കുന്ന ഈശോയാണ് നമുക്ക് ഈ സുവിശേഷത്തിൽ കാണാൻ സാധിക്കുക. നമുക്ക് നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും ആത്മീയമായ കാര്യങ്ങൾ, ആത്മീയമായ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും പുണ്യങ്ങൾക്കും വേണ്ടി കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ആ പ്രാർത്ഥനയിൽ കൂടി നമ്മുടെ സ്ഥിരം പ്രാർത്ഥനകളിൽ കൂട്ടിച്ചേർക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നമുക്ക് ആത്മീയമായ ഒരു വശത്തിന്റെ പുരോഗതിക്ക് വേണ്ടി കൂടി ഈശ്വരനാഥനോട് യാചിക്കാം. എന്നും അനുഗ്രഹിക്കട്ടെ.